നമുക്കൊരു കാര്യം ചെയ്ത് തിരിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. എന്നാണോ, രാവിലെ നമ്മൾ പോകാനായിട്ട് എടുക്കുമ്പം തിരിഞ്ഞില്ലെങ്കിൽ പിന്നെ അതെല്ലാം സമയം മെനക്കേടാ. ഇപ്പം നോക്കി തിരിയോ ഇല്ലയോ നോക്കി ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് കിടക്കാണ് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ. രാവിലെ തീരുമാനമായല്ലോ, അങ്ങ് പോയാൽ മതി. അപ്പൊ നമുക്ക് തിരിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്നാ പിന്നെ വണ്ടി അങ്ങ് എടുത്തോ, ഞാൻ സൈഡ് പറഞ്ഞുതരാം. എന്നാ സൈഡ് നോക്കിക്കോ, കറക്റ്റ് ആയിട്ട് പറയണം കേട്ടോ. ആശാൻ ധൈര്യമായിട്ട് എടുത്തു. എന്നാ വാ, ഇങ്ങനെ ഈ സൈഡ് ചേർന്ന് പോരും കേട്ടോ. വണ്ടി വിലങ്ങാനുള്ള സ്ഥലം ഉണ്ടായി എങ്ങനെയാലും തിരിക്കാം. ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ, ഇത്ര ഇടയേ ഉള്ളൂ. ഇവിടെ ഇട്ട് വേണം തിരിക്കാൻ. പറ്റേ ഓടിച്ചോ, ഫുള്ളോടിച്ചോ. പറ്റേ അത് മതി. ഇച്ചിരി അങ്ങോട്ടേ അങ്ങനെ എടുത്തോ, അങ്ങോട്ട്. നല്ല ബാഗ് ഇങ്ങനെ മാറുള്ളൂ. പറ്റേ കുറച്ചുകൂടെ പറ്റേ. നല്ല ഒടിവുണ്ട്, അതുകൊണ്ട് അങ്ങനെയല്ലേ ഇവിടെ ഇട്ട് തിരിക്കാം, കുഴപ്പമില്ല. അപ്പം ഇതാണ് ഇത്ര ഇടയുള്ളൂ. അവിടെ ആ ഷീറ്റ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ബാഗ് ആ സൈഡിലേക്ക് നീങ്ങാണ്. പറ്റേ ഇവിടെ ഇത്രേ വരത്തുള്ളൂ. ഇവിടെ ഈ ഷീറ്റ് നിൽക്കുന്നതുകൊണ്ട് ആ ഒരടി സ്പേസേ ഉള്ളൂ, അതിനിടയ്ക്ക് മതിയായിരിക്കും. ആ ഒരടിക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുറകോട്ടും മുന്നോട്ടും എടുത്ത് നൂർത്താൽ മതി തിരി. വരട്ടെ. ആ മതി. അവിടുത്തെ ആ ഒരു ഷീറ്റ് മാറ്റിയാൽ സുഖമായിട്ട് ധരിക്കാം. ഒരാൾ തട്ടാതെ വണ്ടിയെ തള്ളിപ്പിടിച്ചിട്ടുണ്ട്. ആ മതി തിരിഞ്ഞു കഴിഞ്ഞു. ആ കേട്ടോ, പൂ പറിക്കുന്ന ലാഘവത്തോടെ അന്തേരി ബോംബെ താനാബന്തർ എന്നാ ഇതിലെ കൂടെ ഒക്കെ എന്നാ പറയുന്നത്, ഒരു ചെറുവിരൽ കൊണ്ട് വണ്ടി ഓടിച്ച ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ലായിരുന്നു. നിർത്തി അങ്ങ് അവമാനിക്കാണോ? പുകഴ്ത്തിയതല്ലേ? അമ്മാനിക്കുന്നത് ഏതാ പുകഴ്ത്തിയതെന്ന് അറിയാൻ പോലെ. നല്ല കാര്യം പോലും അതെന്നെ ഈ മറ്റേ കോഴിയുടെ കാര്യം പറഞ്ഞ പോലെയാ. വളക്കാൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും കരയുമെന്ന് പറഞ്ഞാൽ നല്ല പെരുമഴയാ, പെട്ടെന്നൊരു മഴ. അപ്പൊ നമ്മള് ഉണ്ണിച്ചേട്ടനെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് കൊണ്ടുപോയി വിടുന്നത്. അതെ, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 10-31 കിലോമീറ്റർ. കേട്ടോ, എന്തായാലും എന്നെ കൊണ്ട് ഇത്രയും നല്ലൊരു നൈറ്റ് ഡ്രൈവിംഗ് തരാൻ പറ്റിയില്ലേ? പിന്നെ എന്നാ മഴയാ പെയ്യുന്നത്. മഴയത്തുള്ള ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖം. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ട്രെയിൻ എപ്പോ വരും? ട്രെയിൻ 1 മണിയാകുമ്പോഴേ എത്തുള്ളൂ. നമ്മൾ നേരത്തെയാണ്. അപ്പൊ ട്രെയിൻ എത്തി. അപ്പം ഉണ്ണിച്ചേട്ടനെ ഇനി പറഞ്ഞ് വിട്ടേക്കുവാണ്. അതെ, ബൈ ബൈ. നമുക്ക് ഏറ്റുമാര് വെച്ച് കാണാം. അതെ, ഗുഡ് നൈറ്റ്. ഓണ വഴിക്ക് വയറ് കുറച്ചൊക്കെ കഴിച്ചൊക്കെ കൊടുക്കാം. കൊണ്ട് വിട്ടതല്ലേ കേട്ടോ, ഏൽപ്പിച്ചേക്കുവാ. അപ്പൊ ഗുഡ് നൈറ്റ്. ബൈ. ഇന്നലെ അടിപൊളി മഴയായിരുന്നു. നൈറ്റ് റൈഡ് പോയ ആൾക്കാരൊന്നും ഏറ്റിട്ടില്ല. രാവിലെ വന്നുകൊണ്ടേ കിടക്കുക. അപ്പൊ ഇനിയിപ്പോ നമുക്ക് രാവിലെ പോയേക്കാം. അപ്പൊ ചേട്ടാ, അപ്പം എന്തായാലും നമ്മളിവിടെ വന്നതിലും വളരെ സന്തോഷം. നമ്മുടെ ഈ ചെറിയൊരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ വന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാം. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോ വന്നം. അല്ലാതെ തന്നെ നമ്മളെ തൊട്ടടുത്തല്ലേ. അപ്പം ശ്രീമാർ പിന്നെ നമ്മളോട് വരുന്നുണ്ട്. അപ്പം നമുക്കെന്നാ പോയേക്കാൻ പതുക്കെ. എല്ലാം വെള്ളമെല്ലാം നിറച്ച് എല്ലാം സെറ്റായി. പോയേക്കാം. എന്നാ പിന്നെ വണ്ടി എടുത്തു ഏക്കാലും ഇന്നലെ തിരിച്ചിട്ടോണ്ട് കുഴപ്പമില്ല. തൊട്ടടുത്തല്ലേ, മാറ്റൂടെ എണ്ണ വരും. അതെ, ജോമാൻ ചേട്ടൻ്റെ ജീപ്പ്. അതെ, KL5G പഴയ വണ്ടി. അപ്പോൾ ഇവിടെ കുറേ കമുകും തോപ്പും പിന്നെ കുറേ റബ്ബർ തോട്ടവും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാമാണ് ഇത്. പിന്നെ റംബുട്ടാനുണ്ട്, പിന്നെ കുറേ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഇവരെ ഏക്കാഞ്ഞുകൊണ്ട് പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. അപ്പം ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. അപ്പോഴേ ഇവിടെ നമ്മുടെ നാട്ടുകാർ വേറെ 2-3 പേരൂടെ ഉണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ഇവര് ടാപ്പ് ചെയ്യുന്നു അല്ലേ, റബ്ബർ ടാപ്പിങ്. ചേട്ടൻ്റെ പേര് കുര്യാക്കോസ്, പെരുമ്പാവൂരുകാരനാണ്. സുരേഷ്. എവിടെ? പൂഞ്ഞാറ്. ബാക്കിയുള്ളവരെന്ത്? അപ്പൊ ഇവര് നാട്ടിൽ നിന്ന് പിന്നെ ഇവിടെ വന്ന് നിന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി റബ്ബർ വെട്ടുന്ന ആൾക്കാരാ. റബ്ബർ ചോട വെട്ടുന്നല്ല കേട്ടോ, ടാപ്പ് ചെയ്യുന്ന അറിയാവോ. അപ്പൊ ഇന്നലെ പോയപ്പം ജോമൻ ചേട്ടൻ പറഞ്ഞായിരുന്നു അവിടെ നിന്നുള്ള ആൾക്കാരാണ്. വണ്ടി ഇവിടുന്ന് തിരിഞ്ഞു പോയിട്ട് ഞങ്ങളെ കടയിൽ ഇപ്പൊ കണ്ടു. പക്ഷെ വണ്ടി ഇതാന്ന് മനസ്സിലായി. അപ്പൊ അവിടെ വന്നപ്പോ പുസ്തകത്തിൽ കണ്ടപ്പോ ഞാൻ അന്നേരം ചോദിക്കണമെന്ന് വെച്ചാ ആരാ വന്നേക്കണെന്ന് ചോദിക്കണം. പിന്നെ ലോഡ് വണ്ടിയൊക്കെ പോകുമ്പോ ഞങ്ങള് ഇതില് വീഡിയോയില് കാണാം.
ഇന്നത്തെ പണി കഴിഞ്ഞു, ഇന്ന് വെട്ടിയില്ല. ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ഇന്ന് വെട്ടിയില്ല. ചേട്ടൻ്റെ വീട് എവിടെ? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെ? റാന്നിയില്. അപ്പോൾ എല്ലാവരും ഇവർ 3 പേരാണ് ഇവിടുത്തെ ടാപ്പിങ്ങുകാർ. അടുത്ത മഴ വീണ്ടും വരുന്നത്. അപ്പോൾ ശരി, കണ്ട സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടുത്തെ റബ്ബർ തോട്ടം കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ റബ്ബർ ഇവിടെയുണ്ട്. മംഗലാപുരം സൈഡിലൊക്കെ ഒരുപാട് പേര് കർണാടകയിലേക്ക് പണ്ട് 50-60 വർഷം മുമ്പ് വന്ന ആൾക്കാർ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഒരുപാട് പേരെ നമ്മൾ ഇടയ്ക്കെല്ലാം വഴിക്കെല്ലാം കണ്ടു. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ ഒത്തിരി പേരെ കണ്ടു. ഇത് ആ സൈഡ് മൊത്തം കൈതകൃഷിയാണ്. ഇവിടുന്ന് പൈനാപ്പിൾ ഇവിടുന്നും മംഗലാപുരം സൈഡിൽ നിന്ന് ഇഷ്ടംപോലെ ലോഡ് കയറാറുണ്ട്. നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറ്റാറുള്ളതാണ്. അതെ, അവര് വെട്ടുകാരാന്ന് പറഞ്ഞപ്പോഴേ റബ്ബർ വെട്ടുകാരാണ്. സൂര്യറക്കം റബ്ബർ ചോട വെട്ടുന്നതാന്ന് ഉറക്കും. അത് അവിടെ കുറെ വേറെ ഇരിപ്പുണ്ടായിരുന്നു. അല്ല, അതെനിക്ക് മനസ്സിലായോണ്ടാ ഞാൻ അന്നേരം തന്നെ പറഞ്ഞത്. ചോട വെട്ടുന്നതല്ല, ടാപ്പ് ചെയ്യുന്നതാന്ന്. കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അത് ഞാൻ ഇന്ന് അവിടെ ടാപ്പിംഗ് ഇല്ലായിരുന്നു, മഴയായിരുന്നോണ്ട്. മഴ കണ്ടവനം മഴയാണ് വെട്ടുകയില്ല. അപ്പൊ ഇല്ലെങ്കിൽ രാവിലെ നമുക്ക് റബ്ബർ ടാപ്പ് ചെയ്യുന്നതൊക്കെ എടുക്കായിരുന്നു. ശരിയായിരുന്നു. ഞാനതിന് റബ്ബർ തന്നെ കാണുന്ന കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ. പിന്നെ അന്നേരം നമ്മുടെ വീടിന്റെ പുറകിൽ നിറച്ച് റബ്ബർ തോട്ടല്ലേ. അന്നേരം വീട്ടിൽ നിന്ന് എല്ലാരും വരുമ്പോ ചോദിക്കും, വീട് എങ്ങനെ രാത്രി അവിടെ കഴിയെല്ലാരും? അവിടെ വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് വീടല്ലേ. ഇത്രയും സ്ഥലത്തിന്റെ ഇടയ്ക്ക് ഒരു വീട്, ഒരു മനുഷ്യന് വിളിച്ചാൽ പോലും കേൾക്കുകയല്ലെന്നൊക്കെ അത്ഭുതമായിരുന്നു അവർക്കൊക്കെ. വനമാണോന്നൊക്കെ. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഉണ്ടോ ഇവിടെ എല്ലാം വെള്ളം നിൽക്കുന്നുണ്ടോ. അത് ഉറവയാ കേട്ടോ. അതെ, ഇന്ന് എങ്ങോട്ടാ പോന്നെ? ഇന്ന് നമ്മള് മാൽപ്പേ ബീച്ചിലേക്ക്. ഇത്രയും ദിവസം നമ്മള് ഈ വനവും മലയൊക്കെ അല്ലായിരുന്നു, ഞങ്ങള് ബീച്ചിലേക്ക് പോയേക്കാം. നല്ലൊരു കാര്യം. പക്ഷെ മഴ ആയിരിക്കല്ലേ? മഴയാണല്ലോ. അതെ, അതാണ് എന്റെ ഒരു ഡൗട്ട്. തുണി നനഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാനാ പാട്. അതാ വലിയ കഷ്ടം ഇപ്പം. അപ്പൊ രാവിലെ ഞങ്ങളവിടെ പോയി ചെറുതായിട്ട് കാപ്പി കുടിച്ചു. അപ്പൊ ഇവര് റെഡി ആവാഞ്ഞോണ്ട് ഞങ്ങളീ പോകുന്നു. നമുക്ക് അത് തന്നെയല്ല, ബൺസ് ഇല്ലായിരുന്നു ആ കടയില്. അപ്പൊ അടുത്ത കടയിൽ ബൺസ് ഉള്ളടുത്ത് വണ്ടി നിർത്താം. പെട്ടെന്ന് തന്നെ വേണം, വയറ് വിശക്കുന്നു. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് യാത്രയിൽ നമ്മൾ കൊടക് റീജിയൻ കഴിഞ്ഞു, ചിക്മംഗ്ലൂരു കഴിഞ്ഞു, അതുപോലെ മലനാട് റീജിയനിലൂടെയാണ് നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ മലനാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കരാവലി എത്തി. കരാവലി എന്ന് പറഞ്ഞാൽ കർണാടകയുടെ കോസ്റ്റൽ റീജിയൻ. അപ്പം പുത്തേ ട്രാവലോഗിന്റെ കരാവലി റീജിയനിലോട്ടുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുവർണ നദിയായി ഒഴുകുന്ന ഇതുവഴി ഒഴുകി നേരെ അറബിക്കടലിലേക്ക് ചെല്ലും. മഴ പെയ്തോണ്ടേ സ്വർണ്ണ കളറാ വെള്ളത്തിന്, ചെളി കളറാ. ഇന്നെല്ലാം ഭയങ്കര മഴയാണല്ലോ. ബീച്ചിൽ പോയിട്ട് കാര്യമുണ്ടോ ഈ മഴയത്ത്? ഇന്ന് പെരുമഴയാ കേട്ടോ. നമ്മുടെ ബീച്ചിൽ പോക്ക് വെള്ളത്തിലാവും. അതെ, അല്ല തന്നെ വെള്ളത്തിലായി ഇന്നലെ തൊട്ട്. ഇന്നലെ വൈകിട്ടത്തെ മഴ തന്നെയായിരുന്നു. ഇന്നലെ അല്ല, 2-3 ദിവസം ആയല്ലോ വെള്ളമായിട്ടല്ലേ, മഴയായിട്ട്. ഇപ്പൊ നമ്മള് വന്ന 169 എയിൽ കയറി. NH 169. ഇത് മാൽപ്പേ ബീച്ച് വരെ ഉണ്ട്, ഈ ഹൈവേ മാൽപ്പേ വരെ. ഇത് തകർക്കും കേട്ടോ. ഇങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിലും മഴ. എന്നാ കഴിക്കാൻ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഇത്രയും ദിവസം ബൺസ് വേണമെന്ന് പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചേ. ആ സന്തോഷം മുഖത്ത് കാണുമ്പോ. ബൺസ് കുറെ ദിവസമായിട്ട് ബൺസ് നോക്കായിരുന്നു, അപ്പൊ ഇത് ഇവിടെ ബൺസ് കിട്ടി. അതൊരു പച്ചക്കറി കറിയാണ്. പച്ചക്കറി സാമ്പാർ പോലുള്ള ഒരു സാധനമാണ്. ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് വേറെ എന്തോ, അത് നോക്കി മിക്സ് വെച്ചായിരിക്കും. അങ്ങനുണ്ട് കുറുമ. മുത്തന്നെ മസാല ദോശ പറഞ്ഞല്ലേ? മസാല ദോശ എത്തി, വലിയ മസാല ദോശ. കഴിഞ്ഞ ദിവസമൊക്കെ കുഞ്ഞു മസാല ദോശയാണ്. ഇത് പർക്കല എന്ന് പറഞ്ഞ സ്ഥലമാണ്. പർക്കല, കാർക്കലയുണ്ട്, പർക്കലയുണ്ട്. അങ്ങനെ കാണുന്ന ആ ടൗണ് മണിപ്പാല. നമ്മുടെ കോട്ടയം വണ്ടിയാണ്, മണിപ്പാൽ ഓടുന്ന വണ്ടിയാണ്. ഉടുപ്പി ഡിസ്ട്രിക്റ്റിലെ മെയിൻ ആയിട്ട് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് മണിപ്പാൽ. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അങ്ങോട്ട് MIT മണിപ്പാലിലേക്കുള്ള വഴിയാണ് അത്. ഇവിടെയൊക്കെ കണ്ടോ പാർക്കിംഗ് ഉണ്ടോ 2 സൈഡിൽ, നല്ല വീതിയുള്ള വഴികളുമാണ്. അതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നുമില്ല. നമ്മൾ ഈ വന്ന എല്ലാ കർണാടകയുടെ ഈ എല്ലാ ചെറിയ ടൗണുകൾ പോലും ഇതുപോലെ അല്ലേ, ഒത്തിരി വീതിയുണ്ട് റോഡിന്. കസ്തൂർബ ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ഫസ്റ്റ് സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഏത്? 1953 പണിത ഹോസ്പിറ്റലായത്. ഉടുപ്പിയിലെ നല്ലൊരു ടൗണാ മണിപ്പാൽ. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളു ഉടുപ്പിക്ക്. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താ. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നേ. ഇത് കണ്ട് ഈ ബസ്സിലൊക്കെ കണ്ട സൈഡില് പഴയ പടുത. ഇതുണ്ട് ഈ വണ്ടിയിലൊക്കെ അതെ.
ഇതൊക്കെ നമ്മുടെ അവിടെ നിന്ന് കാണാതായിട്ട് ഒത്തിരി നാളായി. പക്ഷെ അവിടെ നമ്മുടെ അവിടെ അത് ഷട്ടറും ഗ്ലാസും ഒക്കെ നിർബന്ധമാക്കിയായിരുന്നു. അതാ ഇപ്പൊ പടുത വണ്ടികളില്ലാത്ത. ജിജോ ഇവിടെ തന്നെ? ആ ശരി. എവിടെ നാട്? ട്രിവാൻഡ്രം. രണ്ടുപേരും ട്രിവാൻഡ്രം. ആ ശരി. ആ ശരി. ഇതെല്ലാം ലോങ് സർവീസ് വണ്ടികളാണ്. ഇവിടെ ഒത്തിരി ഒരുപാട് നമ്മുടെ അവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നൂറാനി മസ്ജിദ് ഇന്ദാലി ഉടുപ്പി. ഇവിടെ ഇഷ്ടംപോലെ കോളേജ് ഉണ്ട്. ഇപ്പൊ പുറയില് മഹാത്മാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഉണ്ടായിരുന്നു. കുറെ കോളേജുകളുണ്ട്. നമ്മള് ഉടുപ്പി എത്തി കേട്ടോ. ഉടുപ്പിന്ന് ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ മാൽപ്പേ ബീച്ചിലേക്ക്. കർണാടകയിലെ ടെമ്പിൾ ടൗൺ എന്നാ ഉടുപ്പി അറിയപ്പെടുന്നത്. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റവും ഫേമസ് ആണ്. നമ്മൾ ആ ഹൈവേ കൂടെ പോകുമ്പോൾ കാണാം അങ്ങോട്ടുള്ള എൻട്രൻസ്. ഓട്ടോ സ്റ്റാൻഡ് ഒരു സൈഡില്, ബസ് സ്റ്റാൻഡ്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകൾ. നമ്മള് കർണാടകയിൽ കയറിയിട്ട് ഇത്രയും പ്രൈവറ്റ് ബസ്സുകൾ കണ്ടില്ലായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ ഇഷ്ടംപോലെ ബസ്സുകൾ പ്രൈവറ്റ്. വെയിറ്റ് ഷെഡ് ഉണ്ടോ? ഓരോ ബേയിലും ബസ് വരുന്ന ബേയിൽ തന്നെയാണ് വെയിറ്റ് ഷെഡ്. ആണ് നല്ലതല്ലേ? ഇത് KSRTC ഇത് KSRTC ആണ്. അടുത്തടുത്ത് തന്നെ. ഇവിടെ കൂടുതൽ ഇതുപോലെ മിനി ബസ്സുകളാണ്, ചെറിയ ബസ്സുകളാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിയ വണ്ടിയാന്നേ തോന്നുള്ളൂ. ഉടുപ്പിയാ? പേരെന്നാ? കിരൺ. ഓക്കെ. ആ ഓക്കെ. ആ ഓക്കെ ഓക്കെ. സൂര്യ കളിക്കുന്ന. ഓക്കെ ഓക്കെ. പുള്ളി മണിപ്പാലിൽ നമ്മൾ പുറകെ വന്ന കേട്ടോ. ശരിക്കും മണിപ്പാലിൽ നിന്ന് ഇങ്ങോട്ട് ഉടുപ്പി എല്ലാം ഒരേപോലെ തന്നെ ടൗൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് KSRTC ബസ് സ്റ്റാൻഡാ, പുതിയ ബസ് സ്റ്റാൻഡാ. അപ്പൊ ഇത് നമ്മള് NH66 ആ മോളിൽ കൂടെ പോകുന്നുണ്ട്. ആ വണ്ടി പോകുന്നത് ലെഫ്റ്റിലേക്ക് പോയാൽ മംഗലാപുരം, റൈറ്റിലേക്ക് പോയാൽ കാർവാർ, മാൽപ്പേ നേരെ, കുന്താപുര റൈറ്റ്, ലെഫ്റ്റിലേക്ക് സുരത്കൽ. അപ്പൊ നമ്മൾ NH66 ക്രോസ് ചെയ്ത് നേരെ മൽപ്പേ റൂട്ടിലേക്കാണ് പോകുന്നത്. മാൽപ്പേ ഇവിടെ ഇഷ്ടംപോലെ ബീച്ചുകളുണ്ട്. ഇനിയിപ്പോ ഈ തീരദേശത്തോടെ അങ്ങ് വരെ ബീച്ചാ മൊത്തം. എല്ലാം വഴിപണി നടന്നുകൊണ്ടിരിക്കുക. റോഡ് കോൺക്രീറ്റ് ചെയ്യുക മൊത്തം. കോൺക്രീറ്റ് റോഡ് കൂടുതൽ ഈ ചതുപ്പുള്ള സ്ഥലങ്ങളും ഉറവയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യുന്ന റോഡ്. ടാറിങ് ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ പോവും. ആ ഏതാ മീൻമടിയില്ലേ? എന്റെ പേരെന്നാ? വിജയൻ. ഇവിടെ തന്നെയാണോ? ഇപ്പൊ ഇത് വീതി കൂട്ടി പണിയുന്നുള്ളൂ ഈ റോഡ്. അതാ ഈ ബിൽഡിംഗ് എല്ലാം പൊളിച്ചേക്കുന്നത്. നീര ഹട്ട് കള്ള് ഷാപ്പ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. വെൽക്കം ടു സീ വോക്ക് ആൻഡ് സെന്റ് മേരീസ് ഐലൻഡ്. ഇവിടെ സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ട്. അത് അങ്ങോട്ട് നേരെ പോകുമ്പോഴാണ് നമ്മള് ബോട്ടിന് കയറി പോണ ഐലൻഡിലേക്ക്. ബോട്ടിന് ഈ സമയത്ത് പറ്റുമെന്ന് തോന്നില്ല. മഴയുള്ള സമയത്തേ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് വിടുമെന്ന് തോന്നില്ല. ജാമിയ മസ്ജിദ്, സൈദീന അബൂബക്കർ സിദ്ദിഖ്, മാൽപ്പേ ഫിഷ് ട്രേഡ് സെന്റർ എല്ലാം കഴിഞ്ഞു. അതൊക്കെ വെളുപ്പിനെയാ. അല്ല പണിയുന്നുള്ളൂ. അല്ല അതുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഇതില്ല, ഇതെല്ലാം മീൻ കയറ്റാൻ വരുന്ന വണ്ടികളാണ്, മീൻ കൊണ്ടുപോകാൻ മീൻ വണ്ടികളല്ല. മാൽപ്പേ ബീച്ച് റോഡ്. നമ്മുടെ ഒരു ദേശീയ പതാക പാറിക്കളിക്കുന്നു. രാജ് ഫിഷ് മീൽ ആൻഡ് ഓയിൽ കമ്പനി യൂണിറ്റ് 2. ഇതുണ്ടോ വെട്ടുകല്ലിൽ പണിതേക്കുന്നുണ്ടോ? അത് സെമിത്തേരി കേട്ടോ. UBM എബനേസർ ചർച്ച് സെമിത്തേരി. ഇതൊരു ഗാന്ധി ശതാബ്ദി മോഡൽ ഹയർ പ്രൈമറി സ്കൂൾ മാൽപ്പേ, കന്നഡ ആൻഡ് ഇംഗ്ലീഷ് മീഡിയം. ഇതുണ്ട് അതൊരു സ്കൂളാണ്. എന്നാ ഗ്രൗണ്ടാന്ന് നോക്കിയാൽ വലിയ ഗ്രൗണ്ട്. ഗവൺമെന്റ് സ്കൂളാണല്ല. ഇത് ഹെൽത്ത് സെന്റർ ആണെന്ന് തോന്നുന്നത്. ഹെൽത്ത് സെന്ററാ. ക്ലാസ് ആത്തപ്പോഴത്തേനും മരുന്നിന്റെ മണം വരുന്നു. മാൽപ്പേ ബീച്ച് ലെഫ്റ്റിലേക്കാണ്. എല്ലാം ഇവിടെ കടയും എല്ലാം മാൽപ്പേന്ന് സ്റ്റാർട്ട് ചെയ്താ. മാൽപ്പേ ഹോട്ടൽ, മാൽപ്പേ ബീച്ച്, മാൽപ്പേ പോലീസ് സ്റ്റേഷൻ. വെൽക്കം ടു മാൽപ്പേ ബീച്ച്. അപ്പൊ നമ്മൾ മാൽപ്പേ ബീച്ചിലെത്തിയിരിക്കുന്നു. അവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്. ബസ്സിന് 200 രൂപ. അത് വലിയ ബസ്സിനായിരിക്കും, മിനി ബസ്സിന് കുറവായിരിക്കും. പാർക്കിംഗ് ചാർജ് കേട്ടോ. കണ്ടോ പഴയ ഒരു മറ്റഡോർ കിടക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള വണ്ടികളൊന്നും ഇപ്പൊ കാണാനില്ല. കാണാനില്ലെന്ന് പറഞ്ഞാലേ ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കാൻ ഡ്രൈവർമാരെ കിട്ടണ്ടേ? എല്ലാവർക്കും പുതിയ വണ്ടി മതി. അപ്പൊ പഴയ വണ്ടി സ്വാഭാവികമായിട്ടും ഒഴിവാക്കും. അത് തന്നെയല്ല, പഴയ വണ്ടി കൊണ്ട് നടക്കണേലും ഒരു പ്രത്യേക ഒരു ഇത് വേണം. പുതിയ പഴയ വണ്ടി ഓടിച്ചാലും പുതിയ വണ്ടി ഓടിച്ചാലും ശമ്പളം ഒരുപോലല്ലോ. അപ്പൊ പുതിയ വണ്ടി ഓടിക്കുന്നതല്ലേ സുഖം. ബീച്ചിലെത്തി നേരെ കാണുന്നതാണ് മാൽപ്പേ ബീച്ച്. വിശാലമായ പാർക്കിംഗ് ആണല്ലോ. അവിടെ പാർക്ക് ചെയ്യണ്ട. പിന്നെ ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്ത്. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇത് നല്ല അടിപൊളി ബീച്ചാ കേട്ടോ.
നല്ല ബീച്ചാ. നല്ല ബീച്ചാ. ഇവിടുന്ന് നല്ലൊരു ബീച്ചാ, ഉടുപ്പിയിലെ നല്ലൊരു ബീച്ചാ മാൽപ്പേ ബീച്ച്. ബീച്ച് കാണേണ്ടവരൊക്കെ കണ്ടോ? മീൻ എവിടെ കിട്ടുന്നത് നമുക്ക് ചില മീൻ മേടിച്ച് കറി വെക്കാറ്. മീൻ വരുന്ന വഴിക്ക് കിട്ടുന്നിടത്തൊക്കെ അടഞ്ഞു പോയി. കടലിലെ ഇവിടെ നല്ല തിരയുണ്ട് കേട്ടോ. സൂര്യ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇതേ ബോട്ട് കിടപ്പുണ്ട്, വള്ളം. പോയാ മതി അല്ലേ? രണ്ടുപേരുടെ പോക്കോ. അതെ, എനിക്ക് പിടിച്ചിട്ട് പെട്ടി പരിചയമുള്ളൂ, പിടിക്കാൻ അറിയത്തില്ല. ഇതെല്ലാവേ ഇപ്പം ട്രോളിങ് ആയതുകൊണ്ട് ഈ ബോട്ടുകളൊന്നും പോകാത്താന്ന് തോന്നുന്നു. വള്ളങ്ങളൊന്നും ചെറിയ വള്ളക്കാരൊക്കെയാ പോകുന്നുള്ളായിരിക്കും. സെന്റ് മേരീസ് ഐലൻഡ്, മാൽപ്പേ ബീച്ച്, ബോട്ടിംഗ് ആൻഡ് അഡ്വഞ്ചർ ഗെയിംസ് എല്ലാം അങ്ങോട്ടാ. എനിക്ക് തോന്നുന്നു ബോട്ടിംഗ് ഇല്ലെന്ന് തോന്നുന്നു ഇപ്പം. ഞാൻ അങ്ങോട്ട് പോയിട്ട് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോഴേ ഈ ബീച്ചിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മളിപ്പം ഇങ്ങോട്ടാ പോകുന്നത്, ഹാർബറിലേക്കാ പോകുന്നത്. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഈ ഷിപ്പ്യാർഡേ ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സൂര്യ ഇതെന്താ ആ കിടക്കുന്നത്? അത് കപ്പൽ പണിയുന്ന അതിനകത്ത് കണ്ടാ കിടക്കുന്നത്. കപ്പല് പണിതോണ്ടിരിക്കുക കണ്ടാ. കപ്പൽ നിർമ്മാണശാലയായത്. നോക്കാം, നമുക്ക് ചോദിച്ചു നോക്കാം. കൊള്ളാല്ലേ, അത് ക്രെയിനാ? ഇതുണ്ടോ? ആ, മുകളിലിരിക്കുന്ന ക്രെയിനാ. ഓ, ഇതുണ്ടോ ഇവിടെ? മറ്റുള്ളവർ മുമ്പേ നമ്മൾ ഒരെണ്ണം കണ്ടില്ലേ? അങ്ങോട്ട് തിരിച്ചിട്ടേക്കുന്ന എത്ര എണ്ണം നോക്കിയാ? അതെ, അവിടെ ഒരെണ്ണം രണ്ടെണ്ണം കിടക്കുന്നു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇത്. ഇത് കൊള്ളാലോ. ഞാനിത് അറിഞ്ഞില്ല, ആരും എന്നോട് ഇത് പറഞ്ഞില്ല. ഇതേ വരുന്നു പറഞ്ഞോ. നമ്മൾ ഇത്രയും നാൾ ഈ ഹൈവേ കൂടെ പോയാ ഒന്നും കാണത്തില്ല. ഇതാണോ വെറുതെ പറയുന്നത്? ഇതെന്നാന്നറിയാം, അത് മീൻ അടിക്കുന്ന വണ്ടികളാ ഇവിടെ. ലോക്കൽ ചെറിയ ഓട്ടം മാത്രം. അതിന്റെ ബോഡിയൊക്കെ നല്ലപോലെ തുരുമ്പൊന്നും പഠിക്കാതെ പണിതിട്ടുണ്ട്. നമ്മള് ഹാർബറിലെത്തി. കണ്ടോ എത്ര ബോട്ടുകൾ കിടക്കുന്ന നോക്കിയോ. ഇങ്ങനെ ബോട്ട് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. നല്ല രസാ. ഈ വണ്ടികളെല്ലാം മീൻ കയറ്റാൻ വേണ്ടിട്ട് വന്നേക്കുന്ന വണ്ടികളാണ്. ശരി, ഇവിടെ ഭയങ്കര വെട്ടമാ. തൊപ്പി വെച്ചാലേ കണ്ണു മര്യാദക്ക് തുറക്കാൻ പറ്റും. ഇത്രയും ദിവസം വനത്തിലല്ലായിരുന്നു, അതുകൊണ്ടാ. പ്രതീക്ഷയ്ക്ക് വക ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ആള് വനക്കമൊക്കെ കാണുന്നുണ്ട്. മീനല്ലേ? സൂര്യ പിന്നെ എറണാകുളത്തുണ്ടായിരുന്ന ആളായിരുന്നോണ്ട് ഇതൊന്നും വലിയ പുത്തരിയല്ലല്ലോ. ഞാൻ എറണാകുളത്ത് ചമ്പക്കരയിലായിരുന്നു. നല്ലേറ്റ് ചമ്പക്കരന്ന് വേറെ ഒരിടത്തോടും പോയിട്ടില്ലല്ലേ? അവിടെ ഇങ്ങനെ ബോട്ടൊന്നും പാർക്ക് ചെയ്യാനില്ലല്ലോ. ചമ്പക്കരയിൽ എവിടെ ഇതുപോലെ ബോട്ട്? മാർക്കറ്റ് ഉണ്ടെന്നല്ലാതെ. അതന്നെ ഈ ബോട്ട് എല്ലാം റെഡ് കളറ്. റെഡ് കളർ എന്നാന്ന് അറിയത്തില്ല. അത് വല്ല കളർ കോഡ് ഉണ്ടോ? നമ്മള് ബസ്സിന് വൈറ്റ് അടിക്കണമെന്ന് പറഞ്ഞ പോലെ കളർ കോഡ് ഉണ്ടാവും. ടൂറിസ്റ്റ് ബോട്ടല്ല, അങ്ങനെയല്ല, എന്നാലും ഉണ്ടാവില്ലോ, ഓരോ റൂൾ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഈയിടെ ചെല്ലാനത്ത് പോയപ്പോ കണ്ടില്ലേ വലയൊക്കെ തുന്നുന്നേ. അതിന്റെ വലയെല്ലാം ക്ലിയർ ആക്കുക. ഓട്ടോ ഇല്ലാത്ത സമയത്തെ പണിയെല്ലാം തീർത്ത് വെക്കുക. എന്നാ കട്ടിയോ, എന്നാ വണ്ണമാന്ന് നോക്കിയേ. പിടിച്ചിട്ട് കൈ എത്തുന്നില്ല. വലിയ കയർ ഇതെന്തിനാണോ ഉപയോഗിക്കുന്നത്? സൈഡിൽ കൂടെ ഇങ്ങനെ ഇട്ടേക്ക. ഇതിന്റെ അല്ല ഇതുണ്ടോ? ഇത് പക്ഷെ വലിയ ബോട്ടാ കേട്ടോ. വലിയ ബോട്ടാ. അക്കന്മാര് പോകുന്നു. ഇവര് മീൻ കച്ചവടക്കാരാ. ഇവരോട് ചോദിക്കായിരുന്നു മീനുണ്ടോന്ന്. മീൻ ഇവരുടെ മീനില്ല. അവിടെ നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. ഈ ഹാർബറേ നല്ലപോലെ വലിയ കുഴപ്പമില്ല, ഒരുവിധം ക്ലീനാ കണ്ടോ. നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഇട്ടേക്കുന്നോണ്ടേ അധികം ചെളിയൊന്നും ഇല്ലാതെ നല്ലപോലെ കിടപ്പുണ്ട്. ഇതേ ഇവിടെ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ്, ഗവൺമെന്റ് ഓഫ് കർണാടക. ഇത് കൊഞ്ചാണോ? ഇതിലും വലുതാ ചെമ്മീനല്ലേ? ഫ്രഷാന്ന്. ഫ്രഷ് കുട്ടനല്ലേ? പച്ചക്കുട്ടൻ. എന്താ ഉണക്കമീൻ കൂടുതൽ ഈ കുട്ടനല്ലേ? പച്ചക്കുട്ടൻ. ദൗന്തല്ലേ? ഇത് നല്ല ഫ്രഷ് നെയ്മീൻ. ഇതെന്നാ സൂര്യ? ഇതെന്നാ മീനാ? അതറിയില്ല. പച്ച നങ്കൊക്കെ ഉണ്ട്. മീൻ കുറവാന്ന് തോന്നുന്നല്ലേ? ചെമ്മീനാ കൂടുതലും. അതെ, സമയം കഴിഞ്ഞു പോയോണ്ട. രാവിലെ ആയിരിക്കും കൂടുതലും മീൻ വരുന്ന സമയം. പിന്നെ ഈ സമയത്ത് ട്രോളിംഗ് ആണല്ലോ, ചെറിയ വള്ളക്കാർ പോകുന്നല്ലേ ഉള്ളൂ. വള്ളക്കാർ കൊണ്ടിരുന്ന മീനുകളുള്ളൂ. കുഞ്ഞാവോലി ഇല്ല, ചെമ്മീന് പല ചെറുതും വലുതും എല്ലാം ഉണ്ട്. കടൽ ഞണ്ട്, കൂന്തല്. കടൽ ഞണ്ട്. ഇത് കൂന്തൽ. അതേത് കൂന്തല്? ചൂരയാണോ? ചൂരല്ലേ? അതോ അതെന്നാ വലിയ മീൻ? അതേതോ വലിയ മീനാ. ചെറിയ ആഗോലി. വെള്ള ആഗോലി. ഇത് തെരണ്ടി അല്ലേ? തെരണ്ടി സ്രാവും. തെരണ്ടി സ്രാവും പച്ച. അതും ആഗോലി തന്നെയാ. ഞണ്ട്. ഞണ്ട്. കടൽ ഞണ്ട്.
നെയ്മീൻ വലുത്. സുറുമായി സുറുമായി. സുറുമായി ഇവിടെ സുറുമായി എന്ന് പറയും. അയല അയല ഫ്രഷ് ബാങ്കട 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 ചെറുതായ ചെറുതാ. ആ ദേ മത്തി. മത്തിയോ മത്തി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുവായിരുന്നു. അതെല്ലാം നെയ്മീനാ. ദേ വലിയ അയില. ആ വലിയ ദേ കൂന്തല്. ഓ ഇതിപ്പോ ഇതെല്ലാം മേടിച്ചോണ്ട് വേണ്ടി വരും. അതെ എനിക്ക് ഇതെല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട്. നെയ്മീൻ മേടിക്കാം, ആഗോലി മേടിക്കാം, മത്തിയും മേടിക്കാം. നെയ്മീൻ കറി വെക്കാം, ആഗോലി വറക്കാം, മത്തിയും വറക്കാം. അടുക്കളന്ന് ഞാൻ രാജിവെച്ചു. മത്തിയുടെ ഒക്കെ കാര്യം അല്ല, ഫിഷിന്റെ കാര്യങ്ങൾ നീ കൈകാര്യം ചെയ്തു. ചെയ്താളാ. അത് ഏറ്റു. അതിപ്പോ ഈ കാണുന്ന എല്ലാ സാധനവും മേടിക്കാൻ വേണ്ടി തയ്യാറാ നിൽക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് തരാം. അപ്പൊ നിങ്ങൾ പോയി ബാക്കിയുള്ള കാഴ്ചകൾ കാണാം, ഞാനിത് മേടിക്കാം. ആ ഇവിടെ ഇപ്പൊ ലേലം വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ. ബാ ബാ ബാ. ചെമ്മീന്റെ ലേലം നടക്കുന്നത്. കൂടുതലും ചെമ്മീനാന്ന് തോന്നുന്നു. ചെമ്മീനാ കൂടുതലുള്ള. ഇതെന്താ വല എടുക്കുന്നത്? അല്ല മീൻ എടുക്കുന്നത്. ഇതന്നെ ഇത് മത്തിയാണോ? വട്ടമത്തി. വട്ടമത്തി മിക്സ് അല്ല. ആ ഓരോ തരം തിരിച്ച് ഓരോന്നിടുക. ഇതെല്ലാം ആ സൈസ് പൊടിമീൻ, ചെറിയ മീനുകൾ. ആ വള്ളത്തിൽ നിന്ന് വല കയറ്റുന്നേ ഉള്ളൂ. ആ നീർക്കാക്കകൾ നോക്കി എത്ര മീനിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടോ എല്ലാം അവിടെ തന്നെ നിൽക്കുക. നല്ല വലുതാ കേട്ടോ, വലിപ്പം നല്ല. ഇതണ്ട ആ വള്ളത്തിലൊക്കെ ചെമ്മീനാ കിട്ടിയേക്കുന്നത് കൂടുതൽ. ചെമ്മീനാ കൂടുതലും. ഇതെല്ലാം ചെറുകിട കച്ചവടക്കാരായി കോട്ടയം കൊണ്ട് വന്നേക്കുന്നവരെല്ലാം. ഇവിടുന്ന് എടുത്തുകൊണ്ട് വെച്ച് വിൽക്കുന്നവരെല്ലാം. ഇത് വലിയൊരു ഹാർബറാ. ഇവിടുന്ന് ഒരുപാട് മീൻ ലോഡ് കയറി നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് അല്ലേ? ആ ഇത് കണ്ടോ മീൻ തിരിഞ്ഞെടുക്കുന്ന. അതെ പല സൈസല്ലേ വരുന്നത്. അപ്പൊ അതെല്ലാം കൂടെ ഇവിടെ തിരിഞ്ഞത്. അവിടെ കണ്ടോ വേറെ ടൈപ്പ് മീനെ കണ്ടോ? ആ ഇതുണ്ട്. ഇത് അതിന് ജീവനുണ്ട് കേട്ടോ. കണ്ടോ സ്രാവ് പോലെ ഇരിക്കുന്നു. അതെന്നാ മീനാണോ അല്ലേ? തെരണ്ടി അല്ല, സ്രാവ് പോലെ ഇരിപ്പുണ്ട്. അതാണോ കാണാത്തൊരു സാധനം അല്ലേ? എന്നാന്നറിയത്തില്ല. ജീവനുണ്ട്. വെള്ളത്തിലിട്ടാ ജീവിക്കോ? പിന്നെ ജീവിക്കും. ഞാൻ നോക്കി, അത് ബാംബു ഷാർക്ക് എന്നാ അതിന് പറയുന്നത്. ആ കണ്ട മീനാ. ആ എന്നുവെച്ചാ അത് ഒരു ടൈപ്പ് ഓഫ് സ്രാവിന്റെ തന്നെ ഒരു ടൈപ്പ്. അത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മീൻ കച്ചവടക്കാർ മൊത്തം സ്ത്രീകളാ കൂടുതൽ. കച്ചവടക്കാരെന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ വന്നേക്കുന്ന ചെറുകിടക്കാര് അവിടെയൊക്കെ അതേ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുക. അത് കിലോയ്ക്കല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഒരു കൊട്ട വെച്ചിട്ട് അതിന്റെ മൊത്തം ഒരു വിലയാ ലേലം പിടിച്ചെടുക്കുക. ഇത് രാവിലെ ഇവിടെ വന്നിരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ. വെളുപ്പിനെ ഒരു 4 മണി 5 മണിക്കൊക്കെ വരണം. ഇതിലും തിരക്കായിരിക്കും. മീനും കണ്ടേനെ. ഇവിടെയൊക്കെ മീൻ എടുക്കുന്നുണ്ട് വള്ളത്തേന്ന്. ഇതല്ല ഈ കുഞ്ഞുമീനല്ലേ ഈ വള്ളത്തേന്നല്ല എടുക്കുന്നത്? കൂടുതലും കുഞ്ഞുമീനാ. അതെന്ന് വെച്ചാൽ ഇത് ഇവര് ഒത്തിരി ഉള്ളിലേക്ക് പോവല്ല. ഈ വള്ളത്തേന്ന് ഇതേ ഈ വലക്കകത്ത് നിന്ന് പെറുക്കിയെടുക്കാൻ നല്ല പണിയാ. കണ്ട എത്ര പേരാ നിന്ന് പെറുക്കുന്ന. ഈ കയറേ എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ചേട്ടനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സേഫ്റ്റിക്കാന്ന്. ചെല്ലും തട്ടാതിരിക്കാനും ഇവിടെ ബോട്ട് ഒരയാതിരിക്കാനൊക്കെ. പിന്നെ ഈ താഴെ ഒരു കടലിൽ ചാടിയല്ലേ, ചാടുമ്പോ ഇതാ പിടിച്ചും കയറുമായിരിക്കും. ഇവര് ഇതുവരെ മീൻ മേടിച്ചില്ലേ? ലേലം വിളിക്കുവാണ് ഇനി അവിടെ ഒന്ന്. പച്ച നങ്ക്, അത് തെരണ്ടി. നെയ്മീന്റെ ചെറുത്. അതാ ബയ്യ. ബയ്യ എന്ന് പറഞ്ഞ മീനാണ്. ബയ്യ. ನೀವು ವಾರದಲ್ಲಿ 2 ಸಲ ಬಂದ್ರೆ ನಿಮ್ಮ ಭಾಷೆ ನಂಗೆ ನಮ್ಮಳೆ അറിയോ? കുറച്ചറിയാം. നമ്മൾ കുറച്ച് പല ഐറ്റം സാധനങ്ങൾ മേടിച്ചു. തെരണ്ടിയുണ്ട്, ഒരു ബയ്യുണ്ട്, കുറച്ച് നങ്കുണ്ട്, മത്തിയുണ്ട്, നെയ്മീനുണ്ട്, ആഗോലി. 50 ഇത്രയും ദിവസമേ കൂടെ വന്നിട്ട് മിണ്ടാതിരിക്കുവായിരുന്നു. കണ്ണട കൊത്തില്ലേ? അല്ല ബാംഗ്ലൂരല്ലേ? അപ്പൊ മീനെല്ലാം വെട്ടി കിട്ടി. ഇനി നേരെ വണ്ടിയിലേക്ക്. അടുത്ത യുദ്ധം തുടങ്ങാൻ പോകുന്നു. എവിടെ വീട്? പന്തളം. പേര് അക്ഷയ്. ഇവിടെ എന്നാ പരിപാടി? ശരി. നമ്മുടെ ഫാമിലി മെമ്പറാണ്, പന്തളംകാരനാണ്. പെട്ടെന്ന് കൊണ്ടൊരു കെ വണ്ടി കൊണ്ടിപ്പോ ഞാൻ ഇവിടെ ആദ്യം നമ്പർ പ്ലേറ്റ് ആദ്യം നോക്കി. പിന്നെ അല്ലാതെ തന്നെ ഇവിടെ എല്ലാം
മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എത്ര ലോറിയും കണ്ടായിരുന്നു. ആ, ആ. നൈറ്റ് ആ NL07 ആ അപ്പോൾ നമ്മളിവിടെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒന്ന് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ അകത്തേക്ക് വീഡിയോഗ്രാഫി ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് റെഡിയായി നിൽപ്പുണ്ട്. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻറ്റീനിൽ നമ്മൾ ഇത് കഴിക്കാൻ കയറി. ചോറും ചപ്പാത്തിയും, ഇത് റൈസ് പ്ലേറ്റ്, റൈസ് പ്ലേറ്റ്, കറി എന്നാക്കാന്ന് നോക്കിയാൽ പപ്പടം ഉണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്, ഇത് പായസം, ഇത് മോര്, ഇത് പരിപ്പ് ഉരണ്ട കറി, ഇതും പയറ് കറി, ഇത് സാമ്പാർ. ആദ്യം ചപ്പാത്തി കഴിച്ചിട്ടാണ് റൈസ് കഴിക്കേണ്ടത്. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. ഇവിടെ ക്യാൻറ്റീന് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ക്യാൻറ്റീനാണ്. അടിപൊളി നല്ല ഫുഡാണ്. ഇത് എല്ലാവർക്കും പരിചയമുള്ള ആളായിരിക്കും. നമസ്കാരം. അപ്പം ഒരുപാട് വാർത്തയിലൊക്കെ ഫേമസ് ആയിരുന്ന ആളാണ്. അർജുന്റെ വണ്ടി അവിടെ പോയ സമയത്ത് പിന്നെ എന്നാണ്ട് ശിരൂരിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ. അപ്പൊ ഇവിടെ മാൽപ്പ എന്ന സ്ഥലത്ത് വരുമ്പോ ഈശ്വർ മാൽപ്പയെ കണ്ടില്ലേ? கண்டிப்பாயிட்டு ഇന്ന് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ മൽപ്പെ ഊർക്ക് എൻ്റെ പേര് ഈശ്വർ മൽപ്പെ. പേര് നേരത്തെ എല്ലാവരും കേട്ടിട്ടുണ്ട്. മൽപ്പെ പറഞ്ഞു തന്നാന്ന്. എൻ്റെ പേര് ഈശ്വർ മട്ട്. ഈ ഊരിൻ്റെ നാട്ടിലെ പേര് മൽപ്പെ. ആ മൽപ്പയ്ക്ക് ഇപ്പം ഒരു വലിയ വണ്ടിയിലെ ഇവർ നിങ്ങളെല്ലാം കേരളത്തിൽ നോക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടി ഓടിക്കുന്നത് എല്ലാ സ്ഥലത്തിലെ നമ്മളെ ഈ ഔട്ട് സ്റ്റേറ്റിലെ ഈ ഊരിലെ നാഷണൽ എല്ലാ പെർമിറ്റ് ഇവരിലെ ലൈസൻസ് ഉണ്ട്. എല്ലായിടത്തിലെ വണ്ടി ഓടിക്കുന്നവർ ഇപ്പോൾ എന്നെ കാണാനായിട്ട് ഇത് മൽപ്പയിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ കടുവൾക്ക് നമസ്കാരം. അപ്പൊ പ്രതീക്ഷിക്കാതെ നമുക്ക് ഷിപ്പ്യാർഡൊക്കെ കാണാൻ പറ്റി. ഒട്ടും വിചാരിച്ചില്ല ഷിപ്പ്യാർഡ് കാണാൻ പറ്റുമെന്ന്. അതിനെല്ലാം അകത്ത് കയറിയെല്ലാം കാണാൻ പറ്റി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും കുറെ അറിവ് കിട്ടിയില്ലേ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ലേ? പിന്നെ അത് തന്നെയല്ല ഇതുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാ ഈ ഷിപ്പിന്റെ അടുത്ത് വെക്കുമ്പോഴേ എന്നെ ചെറുതാ മനുഷ്യര്. ഒരുമാതിരി ഷിപ്പിന്റെ മേളിൽ ഇങ്ങനെ ഒരു പണിയാൻ കയറിയിരിക്കുന്ന കാണുമ്പോ ഉറും പിരിക്കുന്ന പോലെ. അത്രേ ഉള്ളൂ. അത്രയ്ക്ക് വലിപ്പമാ. ഇവിടുത്തെ പാർക്കിംഗ് നല്ല അടിപൊളി പാർക്കിങ്. തൊട്ടടുത്ത് കടലും ബീച്ച്, നല്ല കാറ്റും കടൽക്കാറ്റ് ഏറ്റ് ഇവിടെ ആയിട്ട് കുറച്ചു നേരം ഇരിക്കാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് കുക്ക് ചെയ്താലോ. കടൽക്കാറ്റ് കാണാൻ പോയി നിൽക്കുക. കടൽക്കാറ്റ് കാണാനില്ല, കടല് കാണാൻ അനന്തതയിലേക്ക് നോക്കി, വിദൂരങ്ങളിലേക്ക് നോക്കി നിൽക്കാം. പക്ഷെ ചിറ്റനെ കൊണ്ടുപോയില്ല. അറിഞ്ഞുകൂടിയില്ല ഞാൻ. അടുത്തയാളും പണിയായതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പാർക്കിങ്ങിന്റെ തൊട്ട് പുറയിൽ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡാ. അപ്പോഴേ സൂര്യ, ഞങ്ങളെ അപ്പുറം വരെ വന്ന് പോയി കുറച്ച് 1-2 കേസൊക്കെ ഉണ്ട്. ഞങ്ങളിത് പോയിട്ട് ഇങ്ങോട്ട് വരാം. കുറച്ച് പച്ചക്കറി മേടിക്കണം. സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മുളക്, പച്ചമുളക് കുറച്ച് ഇരിപ്പുണ്ട്. അല്ല, കറി വെക്കാൻ വെക്കാമല്ലോ. കറി വെക്കാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ. കറി വെച്ചോ വറക്കാനുള്ള റെഡിയാക്കി വെച്ചോ. അന്നേരത്തിന് ഞങ്ങൾ വരുമ്പോ സാധനം മേടിച്ചോണ്ട് വന്നേക്കാം. മതിയല്ലോ. അപ്പൊ നമുക്ക് ഈ മീനിന്റെ പരിപാടിയിലേക്ക് കടന്നേക്കാം. അതെ, എനിക്ക് തോന്നുന്നു കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം തോന്നുന്നു. വെളുത്തുള്ളി ഇല്ല, ആ കണ്ണി തെറിച്ചെന്ന് തോന്നുന്നു. വെളുത്തുള്ളി ഇല്ലായിരുന്നു. ഞാൻ അവരോട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോ വരും? ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് മീൻ വറക്കാനുള്ള അരപ്പ് വരട്ടാം. കുരുമുളക് പൊടി എത്ര സ്പൂൺ വേണം? അതും കൂടി ഇട്ടോ. മതി. മഞ്ഞപ്പൊടി ഇച്ചിരി കൂടി ഇട്. ഇപ്പം ആവശ്യത്തിന് മതിയോ? ഇച്ചിരി കൂടി ഇട്. അതെ, എല്ലാം കൂടെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. നമുക്ക് എല്ലാ മീനിലും ഇങ്ങനെ നല്ലപോലെ പുരട്ടിയെടുക്കാം. നങ്കാണോ ആദ്യം പറ്റുന്നത്? നങ്ക ആദ്യം പുരട്ടിയെടുക്കാം. മീനെല്ലാം നല്ലപോലെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കുരുമുളകും ഒക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം. എന്നിട്ട് കറി വെക്കാം. വറക്കാം. ഫ്രിഡ്ജിനകത്ത് വെക്കാം, എന്നിട്ട് കറി വെക്കാന്ന്. മറ്റേത് നെയ്മീൻ. അങ്ങനെ ഞാൻ ചോദിച്ചു ഇത് കറി വെക്കാൻ പോവാ. അല്ലല്ല, വെളുത്തുള്ളി നോക്കിയിരുന്ന അവരിപ്പോഴൊന്നും വരത്തില്ല. ഇല്ല, അവര് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനും പൊന്നിക്കുട്ടിയും കൂടെ വെളുത്തുള്ളി തപ്പി ഇറങ്ങുവാ. അതെ, പക്ഷെ നല്ല കാറ്റ് പറന്നു പോലും. ഇപ്പം അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ആ ചേട്ടന്മാരോട് ചോദിക്കാം നമുക്ക്. നല്ല പേരും മഴ. ഒരു വിധത്തിലാ കൊടയും കൊണ്ട് ഇവിടെ വരെ ഒന്ന് എത്തിയത്. മഴ ആയതുകൊണ്ട് ചേട്ടൻ ഷട്ടറൊക്കെ ഇട്ട് 2 സൈഡും. അതെ, ഇവിടെ പെട്ടെന്ന് മഴ കൂടുന്നതും കുറയുന്നതും. ഇപ്പൊ മഴ അങ്ങ് മാറി. അയ്യോ, എന്ത് കാറ്റാ ഭീഷണേ. അയ്യോ, കുറച്ചുള്ളായിരുന്നല്ലേ? കുറച്ചുള്ളായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് കിട്ടും തോന്നുന്നു. നോക്കാം. പറഞ്ഞ് മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. നമ്മള് ചോദിക്കുന്ന കേട്ടപ്പോഴേ ചോദിച്ചു മലയാളികളാണോ. പച്ചക്കറിയൊക്കെ മേടിച്ച് ചേട്ടൻ തന്നെ തിരിച്ചു കൊണ്ടുവിടും.
മഴയൊക്കെ മാറി സൺസെറ്റിന്റെ സമയമായെന്ന് തോന്നുന്നു. കണ്ടറിയാം, പെട്ടെന്ന് മഴ പെയ്യും. അതെ, കണ്ടോ ഇപ്പൊ തിരക്കൊന്നുമില്ല. ഇല്ല, വൈകുന്നേരം എല്ലാം അടച്ചു. നാളെ വെളുപ്പിന് കാണാൻ തിരക്ക്. പൈസ കൊടുക്കൂ. വൈകുന്നേരം ആയപ്പോ എല്ലാരും കാറ്റുകൊള്ളാനും സൺസെറ്റിന്റെ സമയമായില്ലേ, അതുകൊണ്ട് ആൾക്കാരുണ്ട് ഇപ്പൊ ബീച്ചില്. ആ കാണുന്ന സെന്റ് മേരീസ് ഐലൻഡ് ഇപ്പൊ മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ബോട്ടിംഗ് ഒന്നും ഇല്ല. അങ്ങോട്ടോ? അങ്ങോട്ടില്ലേ ബോട്ടേ കയറി പോയായിരുന്നു നമുക്ക്. ആ കാണുന്നതാണ് സീ വാക്ക്. അതുവഴി ഇങ്ങനെ നമുക്ക് കടലിന്റെ സൈഡിൽ കൂടെ നടന്നങ്ങോട്ട് ചെല്ലാം. ഇന്നേ സൂര്യാസ്തമയം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ലോ, പക്ഷെ കറക്റ്റ് സമയപ്പോ സൂര്യാസ്തമയം സമയപ്പോ സൂര്യൻ വന്നു. എപ്പോഴാ മഴ പെയ്യുന്നതെന്ന് അറിയത്തില്ല. കുറച്ച് ഇഞ്ചി ഇട്ടോ. ആദ്യം വെളുത്തുള്ളി അതൊക്കെ സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന, അപ്പൊ ആ കൂടെ പണിയും നടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ എന്നാണേ ഈ കടലിൽ നിന്ന് പിടിച്ച മീനെ ആ കടൽ തീരത്ത് തന്നെ വെച്ച് കുക്ക് ചെയ്യുന്നു. എണ്ണ ചൂടായി, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം കടുകല്ലായിരുന്നു, അതോ? ഉലുവ പൊട്ടാൻ ഇച്ചിരി താമസമാണ്. അപ്പൊ ആദ്യം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം, എന്നിട്ട് കടുക് പെട്ടെന്ന് പൊട്ടും, എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കണം. കറിക്ക് ആവശ്യമായ ഞാൻ കുറച്ച് വറ്റൽമുളക് ഇടുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, കറിവേപ്പില, പച്ചമുളക്. അപ്പൊ നമുക്ക് ആദ്യം എണ്ണ കടുകെല്ലാം പൊട്ടി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില, പച്ചമുളക് മൂത്ത് നമുക്കിത് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളികൾ ഇട്ട് കൊടുക്കാം. കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണോ? അതെ, ഒരാളെ കടലാസ്വദിക്കുന്നുണ്ടോ പോയിരുന്ന? പൊന്ന് കടൽ ആസ്വദിക്കാൻ പോയി. മീൻകറി അടുപ്പ് കയറുമ്പോഴത്തേക്ക് സൂര്യനും താഴും. കറക്റ്റാ. അതെ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ആദ്യം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഞാനേ വെളുത്തുള്ളി മേടിക്കാൻ പോകുന്നതിന് മുമ്പേ കുറച്ച് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടാ പോയത്, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട്. അതെ, മുളക് പൊടി മൂത്ത് നമുക്ക് ആ പുളിവെള്ളവും പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടേ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടേ നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് അടച്ചു വെക്കാം. സൂര്യൻ മേഘത്തിന്റെ ഇടയ്ക്ക് മറഞ്ഞുപോയി. അരപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കേ മീൻ ഇട്ട് കൊടുക്കാം. നേരത്തെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്മീൻ. അത് കൊള്ളുവോ മീൻ? കൊള്ളും. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതീ കൊണ്ട് കേട്ടോ മുട്ടേ. കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം തിളക്കട്ടെ. അപ്പൊ മീൻ വെന്തോളൂ. അപ്പൊ ഇന്ന് സൺസെറ്റ് കിട്ടിയില്ല, സൂര്യൻ പോയി. കണ്ടോ, നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്തു. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. അപ്പൊ നെയ്മീൻ കറി റെഡി. ഇനി കുറച്ചേരം അടച്ചങ്ങോട്ടിരിക്കട്ടെ. വെളുത്തുള്ളി മേടിക്കാൻ പോയവരെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരാവശ്യത്തിന് പോയതല്ലായിരുന്നോ? ഇത്ര ഇത് വെളുത്തുള്ളി നട്ട് വളർന്ന് വലുതാനുള്ള സമയം എടുത്ത് 3-4 മണിക്കൂർ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നേരത്തെ മേടിച്ചോളാം. ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഞാനും പൊന്നുകുട്ടികളെ കൈകാര്യം ചെയ്ത് കറി റെഡിയായി. ഇനി വറുത്തേക്കാം മീന്. എണ്ണ ഒഴിച്ച് പാൻ ചൂടായി, ഇനി മീനിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം ഉണ്ട്, നങ്ക്, മത്തി, വയ്യാടൊരു കഷ്ണമുണ്ട്. എല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ? ടേസ്റ്റ് ചെയ്തില്ല, ചൂടാ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ മേലായിരുന്നോ? എനിക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ട ബയ്യയാണ്. ബയ്യ എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. മുള്ളുണ്ടോന്ന് നോക്കണം കേട്ടോ. അത് ഞാൻ മുറിച്ചപ്പോ ഇങ്ങനെ തൊട്ട് നോക്കിയില്ല. എങ്ങനെയുണ്ട് ചോറും മീൻകറി? പിന്നെ മീൻകറി കൊള്ളാം, പക്ഷെ നാളത്തേന് ഇച്ചിരി കൂടെ സെറ്റ് ആവും. പുളിയും എരിവും ഒക്കെ പിടിക്കും. കറക്റ്റ് ആവും നാളെ ആകുമ്പോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നിനി ബീച്ച് സൈഡിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.